ഇതിലിപ്പോൾ ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ മൊത്തം പോയിട്ടുണ്ടല്ലേ, ഈ ഒരു ട്രേ മൊത്തം പോയ അവസ്ഥയാണ്. രാവിലെ തന്നെ നമ്മൾ വിത്തിട്ട് കൊടുത്ത് വന്നു നോക്കിയാ പണി പാളിയിക്കണം. സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. ഫസ്റ്റ് ട്രേകളിലൊക്കെ നന്നായിട്ട് മുള വന്നിരുന്നു, അവിടെ ഒക്കെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ കണ്ടില്ലേ വിത്ത് ഇങ്ങനെ പൊന്തി കിടക്കണേ, കൂടി കിടക്കണേ, വിത്തൊക്കെ ഇങ്ങനെ തിന്നിട്ട പോലത്തെ അവസ്ഥ. അതിൽ ഈ കുഴിന്നൊക്കെ കണ്ട് പോകുന്ന നിൽക്കണം. ഇതിലൊന്നും നല്ല മുള വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇതിൽ നിന്നൊക്കെ വിത്ത് കയറി വന്നിക്കണേ. എലി വന്നതാണോ എന്താ സംഭവം എന്നറിയില്ല. എലി ആ സൈഡിൽ കൂടി വന്നിട്ട് അവിടെ നിന്നൊക്കെ പരിപ്പൊക്കെ തിന്നിട്ട് നേരിട്ട് ഇതാ ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടുന്ന് വയറ് നിറഞ്ഞിരിക്കണതുകൊണ്ട് ഈ ഏരിയക്ക് കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. ഈ ഒരു ട്രേക്കകത്തെ കാഴ്ച കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലെ പരിപ്പ് മൊത്തം തിന്നിട്ട് തോട് മാത്രം ഇട്ട് പോയിക്കണേ. മുളക് പൊട്ടി വരുന്ന സംഭവം വരെ കട്ട് ചെയ്തിക്കണ്. ജിയാന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി, അകത്ത് യെല്ലോ പുറത്ത് യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റി സീഡാണിത്. 10 ഗ്രാമിന്റെ പാക്കറ്റിന് വരുന്നത് 1110 രൂപയാണ്. അത്രയും വിലയുള്ള സീഡാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു പണി പ്രതീക്ഷിച്ചിട്ടില്ല. ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളാട്ടാണ്. ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ഇതിലിപ്പോ ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ മൊത്തം പോയിട്ടുണ്ടല്ലേ, ഈ ഒരു ട്രേ മൊത്തം പോയ അവസ്ഥയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇങ്ങനെ വിത്ത് കുറച്ചുണ്ട് ഉള്ളത്, മറ്റേ അതാണ് നാടന് ഇറാനിയോ. അപ്പൊ പിന്നെ മിസ്സാവുമല്ലേ, മുളച്ച് വെക്കാൻ. അങ്ങനെ ചെയ്താൽ ഉണ്ടാവുമോ? സമയം വൈകിട്ടായിട്ടുണ്ട്. വീട്ടുകാരുടെ ഒക്കെ നല്ലൊരു സപ്പോർട്ട് തന്നെ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയ സമയത്തുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു കാണുന്നതും കൂടി. കാരണം നമ്മൾ രാവിലെ പാടത്തേക്ക് ഇറങ്ങിയ സമയത്ത് പിന്നീട് നനച്ചു കൊടുക്കാൻ വേണ്ടി ഒന്ന് വന്നതായിരുന്നു. ആ വന്ന സമയത്തുണ്ടല്ലോ ഇതിനകത്തേക്ക് സൈഡിൽ കൂടി ഒന്നും കിളികൾ വരാതിരിക്കാനും വേണ്ടിയിട്ട് സൈഡൊക്കെ തന്നെ തൂക്കിയിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോഴാണ് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നത്. ഈ കാണുന്ന ട്രൈകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ മുളച്ചു വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇവിടെ ഈ ഭാഗത്താണ് കുറച്ചെണ്ണാണ് രാവിലെ ആ എലിക ഏരിയയിൽ നമ്മൾ കണ്ടല്ലോ, അതിൽ കുറച്ച് പ്രശ്നം ഈ ഏരിയയിലാണ് കാണുന്നത്. ഇതിന്റെ തൊട്ട് പുറത്തൊന്നും അധികം മുള വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. ഈ ട്രേകളിൽ വന്നതുപോലെ നമുക്ക് എല്ലാ ട്രേകളിലും കിട്ടുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു സംരംഭം വിജയിക്കാനും വേണ്ടി എല്ലാവരുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക.